നമുക്കിന്ന് എൻ്റെ ഒരു സാധാരണ ഒരു ഈവനിങ് കണ്ടാലോ? എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഡിപ്പെൻസ്. ഷൂട്ടുള്ള ദിവസം ഷൂട്ടില്ലാത്ത ദിവസം ഓരോ ദിവസം എനിക്ക് ഓരോ ഈവനിങ് ആണ്. സോ ഇന്ന് എനിക്ക് രാവിലെ ഓണത്തിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം എഡിറ്റിങ്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് ആകെ മൊത്തം ഞങ്ങൾ ടയേർഡായി, ഡള്ളായി, എന്തോ ഒരു സ്ട്രെസ്സ് കയറിയ ഒരവസ്ഥയായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ, ഞാനാണെങ്കിൽ ഒരു ഈവനിങ് വ്ളോഗും എടുക്കാം. എനിക്കെന്നെ ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്ന ഒരു മൂഡിലല്ലായിരുന്നു ഞാൻ. ലൈക്ക് എൻ്റെ മനസ്സിലിങ്ങനെ എഡിറ്റിങ്ങിൻ്റെയും പിന്നെ വേറെ കുറച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഫോക്കസ് ചെയ്ത് നിങ്ങളോട്ട് സംസാരിക്കാൻ പറ്റില്ല. സോ ഞാൻ വിചാരിച്ചു, ഓക്കെ തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലെമൺ ടീ കുടിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ ഞാൻ ലെമൺ നോക്കിയപ്പോഴത്തേക്ക് ചീത്തയായിട്ടുണ്ടായിരുന്നു. ഒരു 2 ദിവസം മുമ്പ് ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് പുളിക്കും. അപ്പോൾ നമുക്ക് വേറെ ലെമൺ ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഒരു ബ്ലാക്ക് ടീ കുടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ടീ ഒക്കെ ഇട്ട് നമ്മൾ നേരെ ബാൽക്കണിയിൽ പോയിട്ട്, എൻ്റെ ഈ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ് ഈ ഒരു ബാൽക്കണി. കാരണം നമുക്ക് വീടിൻ്റെ മെയിൻ എൻട്രൻസിൽ നോക്കുമ്പോൾ സിറ്റിയും അതേപോലെ ബാക്കിൽ നോക്കുമ്പോൾ ഒരു നമ്മുടെ നാട്ടിൻപുറം വൈബൊക്കെ കിട്ടും കേട്ടോ. ഇതേപോലെ പാടം, ഇങ്ങനെ ഒരു പറമ്പ് പോലെയൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ നിൽക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു റീസൺ എന്താണെന്ന് അറിയാം. ഈ പറമ്പിലേക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. അതായത് പലതരം പക്ഷികളെ കാണാം, പൂച്ചകളെ കാണാം. ഇപ്പോൾ ഒരു പൂച്ച ഇവിടെ ഇങ്ങനെ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറേ കുട്ടികളും അതേപോലെ കീരികൾ, അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിലേറെ പാമ്പുകളും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ കണ്ടിങ്ങനെ നോക്കിക്കലാണ് എൻ്റെ സ്ഥിരം പരിപാടി. അങ്ങനെ എൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, അതിനൊക്കെ ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഈ ഒരു കറിവേപ്പില അതങ്ങ് വാടി നശിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫംഗസ് കയറുന്നുണ്ട്. അപ്പോൾ അത് മാറി നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ നിങ്ങൾ പറയാം. അങ്ങനെ നമ്മുടെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും ബാക്ക് ടു ഞാൻ എഡിറ്റിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമുക്കിന്നുള്ള ഷൂട്ടിൻ്റെ കുറച്ച് ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു 300 സംതിങ്ങോളം ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് സോർട്ട് ചെയ്തിട്ട് വേണം എനിക്ക് ഫോട്ടോഗ്രാഫറിന് അത് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഇത് കാണുന്ന പോലെ എളുപ്പമൊന്നുമല്ല കേട്ടോ, നല്ല മെനക്കെട്ട പരിപാടിയാണ്. ഇതെല്ലാം നമ്മൾ കുത്തിയിരുന്ന് സെലക്ട് ചെയ്യാന്ന് പറയുന്നത്. പക്ഷേ ഇത് ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ. ചില ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിൽ അവരെന്നെ എഡിറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് തരും. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോൾ ഷൂട്ട് ചെയ്താലും ഞാൻ സെലക്ട് ചെയ്യുന്ന ഫോട്ടോസ് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്ത് കിട്ടണം എന്നൊരു ചെറിയൊരു ഇതുള്ളൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ എൻ്റെ ഫോട്ടോസ് എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നാളെ ഒരു പ്രൊമോഷൻ ഉണ്ട്. അപ്പോൾ എനിക്കത് സ്ക്രിപ്റ്റ് ഒന്ന് എഴുതി എനിക്ക് അവർക്കൊന്ന് അയച്ചു കൊടുക്കണം. അവർ സ്ക്രിപ്റ്റ് ഓക്കെ പറഞ്ഞതിന് ശേഷം ഡ്രസ് കോഡൊക്കെ നമ്മൾ അയച്ചു കൊടുത്ത് അത് ഓക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് നൈറ്റിനുള്ളിൽ എനിക്കാണെങ്കിൽ അവർക്കുള്ള സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്രൂവൽ കിട്ടിയതിന് ശേഷം ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇനി ഡിന്നർ ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വെച്ചു അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റൂ കഴിക്കാമെന്ന്, ചിക്കൻ സ്റ്റൂ. അപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ചിക്കൻ സ്റ്റൂ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. നമ്മുടെ കാക്കനാട് ഒരു അമ്മയും മോളും കൂടി നടത്തുന്ന ഒരു കടയാണ്. അവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ബ്രെഡും സ്റ്റൂ ആണ്. അപ്പം ഞാൻ സ്റ്റൂ മേടിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നില്ല, ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കിനി കുക്ക് ചെയ്യാനും മൂഡ് പോയി. അപ്പോൾ ഞാൻ അടുത്താണെങ്കിൽ മാഗ്ഡി ഉണ്ട്, അവിടെ പോയിട്ട് എന്തായാലും എനിക്കിഷ്ടമാണ് മഹാരാജാസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് വാങ്ങിക്കൊണ്ട് വന്നു. എല്ലാ തവണത്തെയും പോലെ എനിക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ മൂടില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ, മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്നിട്ട് കോക്ടെയിൽ 2 ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നെറ്റ്ഫ്ലിക്സിൽ. എനിക്കത് കാണണമെന്ന് കുറേ ആഗ്രഹിച്ചതാണ്. അപ്പോൾ അതും കണ്ടുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞാൻ വിചാരിച്ചൊരു വോക്കിന് പോകാമെന്ന്. അങ്ങനെ നേരെ നമ്മൾ ഇവിടെ ക്യൂൻസ്വേയിലുള്ള ഏരിയയിലോട്ടാട്ടോ പോയത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. നമ്മൾ ഏത് സമയത്ത് നമ്മളിവിടെ വന്നാലും എപ്പോഴും ആൾക്കാരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കട്ടെ, കുറേ ക്രൗഡ് കാണും. അതുകൊണ്ട് എത്ര ലേറ്റ് നൈറ്റ് ആയാലും നമുക്കങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഭയങ്കര സേഫാണ് ഈ ഒരു ഏരിയ. അപ്പോൾ അവിടെ എന്തായാലും പിങ്ക് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലേറ്റ് നൈറ്റായിട്ട് നടന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറേ നേരം നടന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നതിന് കുറേ ആക്ടിവിറ്റീസ് കാണാം. കുറേ പേര് ഡാൻസ് റീൽസ് എടുക്കും, അങ്ങനെ പാട്ട് പാടും. അതിലിപ്പോൾ അവിടെ കണ്ടത് മറ്റേ മെൻ്റലിസം ഉണ്ടല്ലോ, ആ പരിപാടിയൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ വന്നു. എന്നിട്ട് കുറേ നേരം അവിടെയൊക്കെ നടന്നു, കാറ്റൊക്കെ കൊണ്ട് നല്ല രസമാണ്. ഒരു പ്രത്യേക വൈബാണ് ഇവിടെ നടക്കാനൊക്കെ കേട്ടോ. അങ്ങനെ ഞാനും അമ്മയൊക്കെ ഇവിടെ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര രസമാണ്, കുറേ ഫാമിലിയൊക്കെ കാണും ഇവിടെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ എല്ലാ ഈവനിങ്ങും ഇങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ ഭയങ്കര ഹെറ്റിക്കായിട്ടുള്ള ഒരു ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വോക്കിന് പോകുന്നൊരു സ്ഥലം കൂടിയാണ്
ആണ് കേട്ടോ ഇത്. എനിക്കിവിടെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ കാമാവും, ഭയങ്കര റിലാക്സ്ഡ് ആവും. അപ്പോൾ എനിക്കിവിടെ പോകാനും നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കറക്റ്റ് സമയത്താണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തിയത് നല്ലതുപോലെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയെന്ന് പറഞ്ഞാൽ എൻ്റെ നൈറ്റ് ആസ് യൂഷ്വൽ എല്ലാ ദിവസവും നടക്കുന്ന ഒരു റുട്ടീനാണ്. ഞാൻ ബ്രഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് വാഷ് ഞാൻ ഈയിടെ വാങ്ങിയതാണ് കേട്ടോ, പ്ലമ്മിൻ്റെ. ഒരു 4 ദിവസം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള റിവ്യൂ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഷോർട്സിൽ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ബോഡി ആക്നെ ഉള്ളവരാണെങ്കിൽ ഈ ബോഡി വൈസിൻ്റെ ബോഡി വാഷ് അടിപൊളി റിസൾട്ട് തരും കേട്ടോ. എനിക്ക് ഒരുപാട് ബാക്കിൽ കുറച്ച് ആക്നീസ് ഉണ്ടായിരുന്നു, അതെനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ഇതൊക്കെയാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഇനി കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എക്സ്പോർട്ട് ചെയ്യാനുണ്ട് ക്യാമറയിൽ നിന്നും, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇങ്ങനെ അവസാനിക്കുകയാണ്. ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ.